നല്ല സിനിമ, വെരി ഹാപ്പിയാണ്. മനസ്സും ഹൃദയവും ഒരുപോലെ നിറഞ്ഞാണ് നിൽക്കുന്നത്. അതായത് വൃത്തിയിട്ട രീതിയിലുള്ള കോമഡി ഒന്നുമില്ല. ക്ലൈമാക്സിൽ മോഹൻലാലിന് സൈഡ് ചെയ്യുന്നൊരു സാധനം അത് ഒട്ടും എക്സ്പെക്ട് അല്ലായിരുന്നു. ആ ടൈറ്റിലിനോട് യോജിക്കുന്ന രീതിയിലാണ് സിനിമയുടെ സ്റ്റോറി പോകുന്നത്. സത്യനന്ദിക്കാട് ലാലേട്ടൻ കൂട്ടുകെട്ടിൽ ഹൃദയപൂർവ്വം എന്ന ചിത്രം എന്ന തിയേറ്ററിലേക്ക് എത്തുകയാണ്. നമുക്ക് കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് അതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചു നോക്കാം. നല്ല സിനിമയാണ്, നല്ല എൻഗേജിങ് ആണ്. ലാലേട്ടൻ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പടം ഒരു തരത്തിലും ബോറടിക്കുന്നില്ല, ഭയങ്കര എൻഗേജിങ് ആണ്. അടിപൊളി സംഗീത് പ്രതാപമായിട്ടുള്ള കോംബോ സൂപ്പർ. ഒരു ഫീൽ ഗുഡ് മൂവി, അടിപൊളി. തിയേറ്ററിൽ വന്ന് തന്നെ കാണണം, കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ഇറങ്ങിയൊരു പടമാണ്. കാരണം കുറേ നാളായി തോന്നുന്നു ഇങ്ങനെയൊക്കെ കണ്ടിട്ട്, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. സത്യനന്ദിക്കാടിൻ്റെ ഒരു സ്ക്രിപ്റ്റൊക്കെ ഈ ലെവലിലോട്ട് എത്തുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കാരണം നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ചെയ്യാറില്ല, പക്ഷേ എങ്കിലും ഇത് അടിപൊളിയായിട്ടുണ്ട്. അമൽ ഡേവിസ് പ്രത്യേകിച്ച് പൊളിച്ചടുക്കി കളഞ്ഞ് നമ്മൾ വിചാരിച്ച പോലെ അല്ല, അടിപൊളി പടമാണ്, അടിപൊളി പടം. നല്ല സിനിമ, വെരി ഹാപ്പിയാണ്. സത്യനന്ദിക്കാടിൻ്റെ സിനിമ എല്ലാം നല്ല ഇതും അത് തന്നെയാണ്. തികച്ചും വ്യത്യസ്തം നിറഞ്ഞ സിനിമയാണത്. അമ്മ ലാലേട്ടൻ ഫാനാണോ? പിന്നെ അതല്ല, ഞങ്ങൾ ഇനിയും പോകാൻ പോയി. എൻ്റെ മോനും ഞാനും കൂടി പോയി. ഇനി ഈ സിനിമ കാണും. രണ്ടാം തവണ കാണുന്നുണ്ട്. ഓരോ സീനും മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കണം. നല്ല ഭാഗ്യം. വീട്ടിൽ ഒരുപാട് ടെൻഷനും വറീസായിട്ട് വരുന്നതാണ്. ഇത് കണ്ടപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം. ഇന്ന് സുഖമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും. ഹൃദയപൂർവ്വം തന്നെയാണ് ആ സിനിമ. അത് അത്രയും ആ പേരിന് അത് എന്താണ് പേരെന്നുള്ളത് ഈ സിനിമ കാണുമ്പോഴേ അതിന് സസ്പെൻസാണ്. എന്തുകൊണ്ട് ആ പേര് കൊടുത്തു എന്നുള്ളത്. നല്ല സിനിമ, എല്ലാവരും കാണും. നല്ലോണം വിജയം. സത്യനന്ദിക്കാട് നമുക്ക് കുറേ വർഷത്തിന് ശേഷം മോഹൻലാൽ സത്യനന്ദിക്കാട് സിനിമ കാണാനുള്ള സന്തോഷം. നല്ല സിനിമ. വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു സത്യനന്ദിക്കാടിൻ്റെയും ലാലേട്ടൻ്റെയും ഒരു കോംബോ വീണ്ടും കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഫീൽ ഗുഡ്, ഒരു പക്ക സത്യനന്ദിക്കാട് സിനിമയാണ്. അങ്ങനെ ഒരു ഓണത്തിൻ്റെ ഒരു ട്രീറ്റാണ്. ലാലേട്ടൻ്റെയും സത്യനന്ദിക്കാടിൻ്റെ ഒരു ട്രീറ്റാണ്. പിന്നെ സംഗീതിൻ്റെയും ലാലേട്ടൻ്റെയും കോംബോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പ്രതീക്ഷ ലാലേട്ടൻ്റെ അടുത്ത ഹാട്രിക് ആയിരിക്കും. നല്ല പടമാണ്, എല്ലാം ഉണ്ട്, നല്ല ക്യാമിയോസ് ഒക്കെ ഉണ്ട്. പടം കൊള്ളാം ബ്രോ, ഒട്ടും പ്രതീക്ഷയില്ല. കാരണം പക്ക അങ്ങനെ ഒരു സ്ഥിരം പാറ്റേൺ തന്നെ സത്യനന്ദിക്കാട്. പക്ഷേ ഭയങ്കര രസമുണ്ടായിരുന്നു. ക്ലൈമാക്സിൽ മോഹൻലാലിന് സൈഡ് ചെയ്യുന്നൊരു സാധനം അത് ഒട്ടും എക്സ്പെക്ട് അല്ലായിരുന്നു. ഇത് സാധനം കൊള്ളാം. പുള്ളി പറഞ്ഞ ഭയങ്കര വൈബല്ലെങ്കിലും ഒരു ശ്രീനിവാസൻ മോഹൻലാൽ ടച്ച് ഉണ്ടായിരുന്നു. സംഗീത് പ്രതാപ് മോഹൻലാൽ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ല സൂപ്പർ, പ്രതീക്ഷകളപ്പുറമായിരുന്നു. അടിപൊളിയായിരുന്നു. ആ ടൈറ്റിലിനോട് യോജിക്കുന്ന രീതിയിലാണ് സിനിമയുടെ സ്റ്റോറി പോകുന്നത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുക, എല്ലായിടത്തും അതാ പറഞ്ഞത്, ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്ന് കണ്ടൊരു സിനിമയാണ് സത്യനന്ദിക്കാട് സാറിൻ്റെ ഒരു ഫീൽ ഗുഡ് മൂവി. മനസ്സും ഹൃദയവും ഒരുപോലെ നിറഞ്ഞാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഫുള്ള് സംഗീത് പ്രതാപിന് ലാലേൻ്റെ കോംബോ എടുത്തു പറയേണ്ടതാണ്. എന്താ പറയുക, ഒന്നും പറയാൻ വാക്കുകൾ കിട്ടില്ല. സത്യം പറയാം, അടിപൊളി പടം. ഓണം തൂക്കം വന്നിട്ടാണ് തോന്നുന്നത്. കാര്യം ഫാമിലി ഓഡിയൻസ് കയറാനുള്ള എല്ലാ ചാൻസും ആ ഒരു പടം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സത്യം മനസ്സിനും കണ്ണിനും ഹൃദയത്തിനും, പ്രത്യേകിച്ചും ഹൃദയത്തിനും സന്തോഷം തരുന്ന ഒരു ഫീൽ ഗുഡ് ഫാമിലി. ഓണക്കാലത്ത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം, എല്ലാ സാധനമുണ്ട്. ഇഷ്ടംപോലെ ചിരിക്കാനുണ്ട്. നമ്മളെ മനസ്സ് നിറയ്ക്കുന്നൊരു നല്ല ഉഗ്രൻ സിനിമയാണ്. അതായത് വൃത്തിയിട്ട രീതിയിലുള്ള കോമഡി ഒന്നുമില്ല. നല്ല രീതിയിലായിട്ടുള്ള കോമഡിയാണ് ഈ പടത്തിൽ വന്നിട്ടുള്ളത്. അതേപോലെ അതിനനുസരിച്ചുള്ള ഇമോഷണലും വന്നിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് നമുക്ക് ആ ഒരു ഇമോഷണൽ അറിയാൻ പറ്റില്ല, ഈ കോമഡിയും കൂടെ ഉള്ളതുകൊണ്ട്. പിന്നെ മാളവികേനെയും സംഗീതേനെയും വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ എന്ന് പറയാൻ എനിക്ക് സംഗീതമേ പറയാനുള്ളൂ. കാര്യം ഇപ്പോഴും 45 വയസ്സായിട്ടും അവർ ഇപ്പോഴും ആ ഒരു യൗവനം ഇപ്പോഴും നിലനിൽക്കുകയാണ്.